welcome back to my class. So today we are going to discuss about the monoclonal antibodies and hybridoma technology. Okay, it's a very important portion. It is very important portion. Monoclonal antibodies and hybridoma technology. So what do you mean by hybridoma? A hybridoma is a hybrid cell obtained by fusing a B lymphocyte with usually a tumor cell. ഒരു ബി ലിംഫോസൈറ്റ് അല്ലെങ്കിൽ ബി സെല്ലിനെ എന്ത് ചെയ്യുക, ഒരു ട്യൂമർ സെല്ലിനായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹൈബ്രിഡ് സെല്ലിനെയാണ് ഹൈബ്രിഡോമ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബി സെല്ലിന് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബി സെല്ലിന് എന്തെങ്കിലും എബിലിറ്റി ഉണ്ട്, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ട്യൂമർ സെല്ലിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ മൾട്ടിപ്ലൈ ഇൻ ലാർജ് എമൗണ്ട്, ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്യൂമർ സെല്ലിനെ എടുക്കുന്നു, അതുപോലെ തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് എടുക്കുന്നു. എന്നിട്ട് രണ്ടിനും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈബ്രിഡോമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The hybrid cells thus produced possess the ability to produce antibodies due to the B lymphocyte genome and capacity for indefinite growth in vitro due to tumor cell. അപ്പം ആ ഉണ്ടാവുന്ന ഹൈബ്രിഡോമയ്ക്ക് രണ്ട് നല്ല എബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഒന്ന്, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. രണ്ടാമത്തെ, ഇൻഡെഫിനിറ്റ് ആയുള്ള ഗ്രോത്തിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ട്യൂമർ സെല്ലിന് വേണമെങ്കിൽ മയലോമ സെൽസ് എന്ന് വിളിക്കാം കേട്ടോ. Therefore, specific hybridomas are either cultured in vitro or passage through mouse peritoneal cavity to obtain monoclonal antibodies. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫിക് ആയുള്ള ഹൈബ്രിഡോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ നമുക്ക് ഇൻവിട്രോ കൾച്ചർ ചെയ്യാം, അല്ലെങ്കിൽ മൗസിന്റെ പെരിറ്റോണൽ ക്യാവിറ്റിയിൽ കൂടെ അതിന് പാസേജ് ചെയ്തിട്ട് നമുക്ക് മോണോക്ലോണൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ മോണോക്ലോണൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹൈബ്രിഡോമ ടെക്നോളജി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഹൈബ്രിഡോമ സെൽ കൾച്ചറിൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്ലാസ്മ സെൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡീസിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ ദ ഡിസ്കവറി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ്, കോവ്ലർ ആൻഡ് മിൽസ്റ്റീൻ ആൻഡ് ഓൾസോ നീൽസ് ജേർണെ അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ 1984. 1984 കോവ്ലർ, മിൽസ്റ്റീൻ ആൻഡ് നീൽസ് ജേർണയ്ക്ക് ഇതിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഈ ഡിസ്കവറിക്ക്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മോണോക്ലോണൽ ആന്റിബോഡീസ്, എങ്ങനെയാണ് ഹൈബ്രിഡോമ ടെക്നോളജി വഴി മോണോക്ലോണൽ ആന്റിബോഡീസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ വാട്ട് ആർ മോണോക്ലോണൽ ആന്റിബോഡീസ്? These are homogeneous antibodies produced by single clone of B cells which are genetically identical. മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനസ് ആണ്, ഡിഫറെന്റ് അല്ല, ഹോമോജീനസ് ആയുള്ള ആന്റിബോഡീസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബൈ സിംഗിൾ ക്ലോൺ ഓഫ് ബി സെൽസ് വിച്ച് ആർ ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയുള്ള ബി സെൽസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, സിംഗിൾ ക്ലോൺ ഓഫ് ബി സെൽസ് എന്നാണ് ഈ മോണോക്ലോണൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെന്താണ്, ഹോമോജിനസ് ആയുള്ള ആന്റിബോഡീസ് ആണ്. അവർ ഒരു സിംഗിൾ ക്ലോൺ ഓഫ് ബി സെൽസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ദേ ആർ കോൾഡ് മോണോക്ലോണൽ ആന്റിബോഡീസ് ബിക്കോസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ ക്ലോൺ ഓഫ് ബി സെൽസ്. ഓക്കെ, എ മോണോക്ലോണൽ ആന്റിബോഡി നമുക്ക് അതിനെ MAB അല്ലെങ്കിൽ MOAB എന്ന് വിളിക്കാം. എ മോണോക്ലോണൽ ആന്റിബോഡി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്, ടു എ സ്പെസിഫിക് ആന്റിജൻ ഡിറ്റർമിനന്റ് ഓഫ് എ സിംഗിൾ ആന്റിജൻ. ഓക്കെ, അപ്പോൾ ഈ ഉണ്ടാകുന്ന മോണോക്ലോണൽ ആന്റിബോഡി ഉണ്ടല്ലോ, അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആന്റിജന് സ്പെസിഫിക് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആന്റിബോഡി ഉണ്ടാവുന്നത് നോക്കാം. ഇപ്പോൾ ചിക്കൻ ബോക്സ് നമുക്ക് ഉണ്ടായി വിചാരിക്കാം. ഈ ചിക്കൻ ബോക്സിന്റെ ആന്റിജൻ വന്നു കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് ആ അസുഖം വരുമ്പോൾ എന്തായിരിക്കും, ഈ ആന്റിബോഡി അവിടെ ഉള്ളതുകൊണ്ട് നമുക്കത് അസുഖം പിന്നെ വരില്ല. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ ആന്റിബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് സിംഗിൾ ആന്റിജൻ ഡിറ്റർമിനന്റിന് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിരിക്കും എന്ത്, മോണോക്ലോണൽ ആന്റിബോഡി എന്ന് പറയുന്നത്. ഈ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ യൂഷ്വലി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈബ്രിഡോമ ക്ലോൺസ്. ഈ ഹൈബ്രിഡോമ ക്ലോൺസ് എന്നാണ് നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ യൂസസ് നോക്കാം, ഈ മോണോക്ലോണൽ ആന്റിബോഡീസിന്റെ യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോണോക്ലോണൽ ആന്റിബോഡീസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ആന്റിബോഡി സ്പെസിഫിക് സബ്സ്റ്റൻസ്. നമുക്ക് ആന്റിബോഡി സ്പെസിഫിക് സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ ആന്റിബോഡീസ് മോണോക്ലോണൽ ആന്റിബോഡീസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ആന്റിജൻ ഇൻ ഫിക്സഡ് ടിഷ്യൂ സെക്ഷൻസ്. ഒരു ഫിക്സഡ് ടിഷ്യൂല് ഒരു പർട്ടിക്കുലർ ആന്റിജൻ പ്രസന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആന്റിബോഡീസ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മോണോക്ലോണൽ ആന്റിബോഡീസ് ആർ യൂസ്ഡ് ഇൻ സീറോളജിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ടു പ്രിവെന്റ്
tissue rejections and to make immunotoxins for treatment of cancer. ക്യാൻസർ ട്രീറ്റ്മെന്റിലുള്ള ഇമ്മ്യൂണോടോക്സിൻസ് ഉണ്ടാകാനൊക്കെ നമുക്ക് ഈ ആന്റിബോഡീസ് യൂസ് ചെയ്യാം. ഇമ്മ്യൂണോടോക്സിൻസ് എന്ന് എന്താണ്? മോണോക്ലോണൽ ആന്റിബോഡിയും ഒരു ടോക്സിനും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇമ്മ്യൂണോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, the antibody localizes the target whereas toxin kills a specific antigen. അപ്പോൾ ഇമ്മ്യൂണോടോക്സിൻ എന്ത് ചെയ്യുന്നു? അതിലുള്ള ആന്റിബോഡി എന്ത് ചെയ്യുന്നു? ടാർഗറ്റ് ആന്റിജനെ ലോക്കലൈസ് ചെയ്യുന്നു, ആ ടോക്സിൻ സ്പെസിഫിക് ആന്റിജനെ കില്ല് ചെയ്യുന്നു. അതാണ് ഇമ്മ്യൂണോടോക്സിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോണോക്ലോണൽ ആന്റിബോഡീസ് ആർ ബീയിങ് പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് എ വെറൈറ്റി ഓഫ് ആന്റിജൻ. ഒരുപാട് ആന്റിജൻസിന് എതിരായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതുകൊണ്ട് തന്നെ ഡിസീസ് ഡയഗ്നോസിസിലും അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ്സിന്റെ ക്ലാസിഫിക്കേഷനിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അക്യുറേറ്റ് ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ ഡിറ്റക്ഷനിൽ യൂസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ഒരുപാട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. എലിസ, അഗ്ലൂട്ടിനേഷൻ, പ്രസിപ്പിറ്റേഷൻ പോലുള്ള ടെസ്റ്റുകളിലൊക്കെ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലൊക്കെ നമുക്ക് ഈ ആന്റിബോഡീസ് യൂസ് ചെയ്യാം. പിന്നെ നോക്കാം എന്തൊക്കെയാണ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ മോണോക്ലോണൽ ആന്റിബോഡി പ്രൊഡക്ഷൻ ആൻഡ് ഹൈബ്രിഡോമ ടെക്നോളജി. ഈ ഹൈബ്രിഡോമ ടെക്നോളജി വഴി നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യലോ. അപ്പോൾ അതിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. So steps involved in the production of monoclonal antibodies using hybridoma technology. So first of all, we have to immunize a rabbit through repeated injection of a specific antigen for the production of a specific antibody. Okay. Picture നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഇതാണ് ഹൈബ്രിഡോമ ടെക്നോളജിയുടെ ഒരു ഓവർവ്യൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇമ്മ്യൂണൈസ് എ റാബിറ്റ്, അല്ലെങ്കിൽ മൗസ്. നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റഡ് ഇഞ്ചക്ഷൻ, ഒരു സ്പെസിഫിക് ആന്റിജൻ ഒരു റാബിറ്റില് കുത്തിവെക്കാം. അങ്ങനെ അതിൽ എന്ത് ചെയ്യാം? ഒരു സ്പെസിഫിക് ആളിൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ പ്രോലിഫറേഷൻ ഓഫ് ഡിസൈഡ് ബി സെൽസ്. ഡിസൈഡ് ബി സെൽസ് പ്രോലിഫറേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവിടെ നിന്ന് ബി സെൽസിനാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ ആന്റിജൻ, നമ്മൾ ഒരുപാട് ആന്റിജൻ റിപ്പീറ്റഡ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യും ആ ആന്റിജൻ തന്നെ. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ആ ആന്റിജൻ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി മൗസിൽ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസൊലേറ്റഡ് ബി സെൽസ്. ഈ മൗസിൽ നിന്ന് നമ്മൾ ആ ബി സെൽസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ഇവിടെ കണ്ടോ, ഈ ബി സെൽസിനെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നു. അപ്പൊ അതിൽ എന്തുണ്ടായിരിക്കും? ആ നമ്മൾ കുത്തിവെച്ച ആന്റിജനെതിരെയുള്ള ആന്റിബോഡി ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ബി സെൽസിൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ട്യൂമേഴ്സിന്റെ മൗസ് ഓർ റാബിറ്റ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഹൈബ്രിഡോമ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ആന്റിബോഡിയും പിന്നെ എന്താണ് ഫ്യൂസ് ചെയ്യുന്നത്? ട്യൂമർ സെല്ലുമാണ് ഫ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈലോമ സെല്ലാണ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആന്റിബോഡി, ഒരു ആന്റിജനെതിരെയുള്ള ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ട്യൂമർ സെല്ലിന് വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ട്യൂമേഴ്സിന്റെ മൗസ് ഓർ റാബിറ്റ്. ഒരു മൗസിലോ റാബിറ്റിലോ നമ്മൾ എന്ത് ചെയ്യാം? ട്യൂമർ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഫ്രം ദ അബൌവ് 2 types of animals കൾച്ചർ സെപ്പറേറ്റ്ലി സ്പ്ലെയിൻ സെൽസ്. ഈ 2 അനിമൽസിനും, ഇതൊന്നും അതുപോലെ തന്നെ ഈ മൈലോമ സെൽ എടുക്കുന്നതിനും എന്ത് ചെയ്യുക? സെപ്പറേറ്റ്ലി സ്പ്ലെയിൻ സെൽസ് എടുത്തിട്ട് അതിന് കൾച്ചർ ചെയ്യാം. ഓക്കെ, ഈ സ്പ്ലെയിൻ ടിഷ്യൂ എന്തായിരിക്കും? ബി സെൽ ആൻഡ് ടി സെൽ റിച്ച് ആയിരിക്കും. സ്പ്ലെയിനിൽ ഒരുപാട് ബി സെൽ, ടി സെൽ ഉണ്ടാക്കി അവർ രണ്ടൊന്നും സ്പ്ലെയിൻ സെൽസ് എടുത്ത് കൾച്ചർ ചെയ്യാം. അപ്പൊ അത് സ്പെസിഫിക് ആന്റിബോഡീസും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്യൂമേഴ്സ് ഉണ്ടാക്കുന്ന മൈലോമ സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. കണ്ടോ, മൈലോമ സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും അത്. അതുപോലെ തന്നെ ആന്റിബോഡീസും പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, മൈലോമ സെല്ലിന് പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാൽ they has stopped synthesizing antibodies and it is a mutant called HGPRT negative. ഈ മൈലോമ സെൽസ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ബി സെൽസ് ആണ് അല്ലെ. മൈലോമ സെൽസിന് ഒരുപാട് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഗ്രോത്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അവർ എന്ത് ചെയ്യില്ല? അവര് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ആൻഡ് ഓൾസോ ദേ ആർ HGPRT നെഗറ്റീവ് ആണ്. ആൻഡ് ദേ കനോട്ട് സിന്തസൈസ് ദ എൻസൈം. അവർക്ക് ഒരു എൻസൈം സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, വിച്ച് ഈസ് ഹൈപ്പോക്സാൻഡിൻ ഗുവാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ് അല്ലെങ്കിൽ HGPRT. ആ എൻസൈം ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് HGPRT നെഗറ്റീവ് ആണെന്ന് പറയാം ഈ മൈലോമ സെൽസിനെ. ഓക്കെ, സോ മൈലോമ സെൽസിന് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവര് HGPRT നെഗറ്റീവ് ആണ്. HGPRT മീൻസ് ഹൈപ്പോക്സാൻഡിൻ ഗുവാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, ഈ നെക്സ്റ്റ് സ്റ്റെപ്പില് induce fusion of B lymphocyte to myeloma cells using PEG to produce hybridoma. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബി ലിംഫോസൈറ്റ്സിനും അതുപോലെ തന്നെ മൈലോമ സെൽസിനും ഫ്യൂസ് ചെയ്യണം. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തപ്പോൾ എന്തുണ്ടായി? ഹൈബ്രിഡോമ സെൽസ് ഫോം ചെയ്തു. നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇതിന് ഫ്യൂസ് ചെയ്യുന്നത്? ബൈ യൂസിങ് പോളി എത്തിലിൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ PEG, PEG അല്ലെങ്കിൽ PEG, പോളി എത്തിലിൻ ഗ്ലൈക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? PEG യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഹൈബ്രിഡോമ പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ
The hybrid cells are grown in selective hypoxanthine aminopterin thymidine medium. ഇങ്ങനെ ഉണ്ടാക്കിയുള്ള ഹൈബ്രിഡ് സെൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഹാറ്റ് മീഡിയത്തിൽ എന്ത് ചെയ്യുക? ഗ്രോ ചെയ്യുക. ഹാറ്റ് മീഡിയം, ഹാറ്റ് മീൻസ് അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഹൈപ്പോക്സാന്തിൻ അമിനോപ്റ്ററിൻ തൈമിഡിൻ. ഹാറ്റ് മീഡിയത്തിൽ നമ്മൾ ഈ ഹൈബ്രിഡോമ സെൽസിനെ ഗ്രോ ചെയ്യുക. ഇതിനുള്ള ഹൈബ്രിഡോമ സെൽസ് ആണ് അതിനെ ഗ്രോ ചെയ്യുക. ഇവിടെ മീഡിയം എന്ന് പറയുന്നത് ഹാറ്റ് ആണ്. HGPRT നെഗറ്റീവ് ആയുള്ള മൈലോമ സെൽസ് നമ്മൾ പറഞ്ഞു. ഈ മൈലോമ സെൽസ് എന്താണ്? HGPRT നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ HGPRT നെഗറ്റീവ് ആയുള്ള മൈലോമ സെൽസിന് ഈ ഹാറ്റ് മീഡിയത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അവർ അണേബിൾ ടു ഡിവൈഡ് ആണ്. ഈ ഹാറ്റ് മീഡിയത്തിൽ അങ്ങനെ വെറും മൈലോമ സെൽസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ബി ലിംഫോസൈറ്റ്സിനെ അവിടെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ടിഷ്യൂ കൾച്ചറിൽ അവർ ഡൈ ചെയ്ത് പോകും. സോ പക്ഷെ എന്തുണ്ട്? ഈ ഹൈബ്രിഡോമ സെൽസ് ഇവർക്ക് ഒറ്റയ്ക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ മൈലോമ സെൽസിന് ഒരിക്കലും ഈ ഹാറ്റ് മീഡിയത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാം? ഈ ഹൈബ്രിഡോമ സെൽസിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹാറ്റ് മീഡിയത്തിൽ. The hybridoma cells only can proliferate on the hat medium since B lymphocyte genome makes them HGPRT positive and they have the capacity for indefinite growth from the myeloma cells. ഇവിടെ ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? മൈലോമ സെൽസിന് എന്തിനുള്ള എബിലിറ്റി ഇല്ല? HGPRT നെഗറ്റീവ് ആണല്ലേ. അപ്പൊ ഈ മൈലോമ സെൽസിനെ ഈ ബി സെൽസ് എന്ത് ചെയ്യുന്നു? HGPRT പോസിറ്റീവ് ആക്കുന്നു. അതുപോലെ തന്നെ ബി സെൽസിനെ ഈ മൈലോമ സെൽസ് എന്താക്കുന്നു? ഇൻഡെഫിനിറ്റ് ഗ്രോത്തിനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുന്ന ഈ ഹൈബ്രിഡോമ സെൽസിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ആരാണ് നമുക്ക് ഐസൊലേറ്റഡ് എടുക്കുന്ന സമയത്ത് ഹൈബ്രിഡോമ സെൽസ് മാത്രമാണ് ഇവിടെ സർവൈവ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിനെ എടുക്കാൻ പറ്റും. ഓക്കെ, ബാക്കി രണ്ടും ബി സെൽസ് മാത്രം ഉണ്ടെങ്കിൽ അതും പോയിട്ടുണ്ടായിരിക്കും, മൈലോമ സെൽസ് മാത്രം ഉണ്ടെങ്കിൽ അതും പോയിട്ടുണ്ടായിരിക്കും. ഓൺലി ഈ മീഡിയത്തിൽ ഹൈബ്രിഡോമ സെൽസ് മാത്രം സർവൈവ് ചെയ്യും. ദെൻ സെലക്ട് ദ ഡിസൈഡ് ഹൈബ്രിഡോമ ഫോർ ക്ലോണിംഗ് ആൻഡ് ആന്റിബോഡി പ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത് ഈ റോസ് കളറിൽ കാണിക്കുന്നത് ഹൈബ്രിഡോമ സെൽസിനായിരിക്കും. ഹൈബ്രിഡോമനെ നമുക്ക് കാണാൻ ബാക്കി എല്ലതും പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഹൈബ്രിഡോമ സുഖമായിട്ട് നമുക്ക് ഈസിലി ഐസൊലേറ്റ് ചെയ്യാം. അങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. അതിന് ചെയ്യാം, ക്ലോൺ ചെയ്യണം, ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യണം. This is facilitated by preparing single cell colonies that will grow and can be used for screening of antibody producing hybridomas. Only one in several hundred cell hybrids will produce antibodies of the desired specificity. ഒരുപാടെണ്ണം പ്രൊഡ്യൂസ് ചെയ്താൽ അതിൽ ഒന്നൊക്കെയാണ് നമ്മൾ ഡിസൈഡ് ആയ സ്പെസിഫിസിറ്റി ഉള്ള ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കൾച്ചർ സെലക്ടഡ് ഹൈബ്രിഡോമ സെൽസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. അതിന് നമുക്ക് സെലക്ട് ചെയ്യുന്ന ഹൈബ്രിഡ് സെൽസ് നമ്മൾ എന്ത് ചെയ്യുക? ലാർജ് ക്വാണ്ടിറ്റിയിൽ ഈ മോണോക്ലോണൽ ആന്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടി കൾച്ചർ ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്യുക ഇന്ന് ഹൈബ്രിഡോമ സെൽസിനെ, എന്നിട്ട് അതിന് മോണോക്ലോണൽ ആന്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൾച്ചർ ചെയ്യുക. These hybridoma cells may be frozen for future use. നമുക്ക് ഫ്രോസൺ ചെയ്ത് ഫ്രീസ് ചെയ്ത് ഫ്യൂച്ചർ യൂസിന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ആനിമലിന്റെ ബോഡിയിൽ ഇൻജെക്ട് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിന്റെ ബോഡി ഫ്ലൂയിഡിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ഹൈബ്രിഡോമ ടെക്നോളജി അല്ലെങ്കിൽ മോണോക്ലോണൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അപ്പൊ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാല്? മോണോക്ലോണൽ ആന്റിബോഡീസ് എന്താ പറഞ്ഞു? അപ്പൊ എന്താണ് ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണ്. അത് ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഒരു സ്പെസിഫിക് ആന്റിജൻ വന്ന് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ആന്റിജനെ നമ്മൾ ബോഡി എന്ത് ചെയ്യുന്നു? ആ ആന്റിജനെതിരെ നമ്മൾ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു ആന്റിബോഡി എന്ന് പറയുന്നത്. ഓക്കെ, they can be collected from the blood serum of an animal. Such antibodies are heterogeneous ആണ് and contain a mixture of antibodies. അത് പോളിക്ലോണൽ ആന്റിബോഡീസ് ആയിരിക്കും. ഈ ബ്ലഡ് സീറത്തിൽ ഉണ്ടായിരിക്കും ഈ ആന്റിബോഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹെട്രോജീനസ് ആയിരിക്കും. ഒരുപാട് ആന്റിജൻസ് ഹെട്രോജീനസ് ആയിരിക്കും, അല്ലെങ്കിൽ മിക്സർ ഓഫ് ആന്റിബോഡീസ് ആയിരിക്കും ഉണ്ടാവുക. അത് പോളിക്ലോണൽ ആയിരിക്കും. Therefore they do not have characteristics of specificity. അതിനെന്താണ്? സ്പെസിഫിക് ആയിരിക്കില്ല അത്. അതുകൊണ്ടാണ് നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് പർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ആന്റിജന് വേണ്ടിയിട്ടുള്ള ആന്റിബോഡിനെ എടുക്കുന്നതാണ് മോണോക്ലോണൽ ആന്റിബോഡീസ് പറഞ്ഞാൽ. ഓക്കെ, if a specific lymphocyte after isolation and cultured in vitro becomes capable of producing a single type of antibody which bears specificity against specific antigen. നമ്മൾ പറഞ്ഞ കാര്യം. അപ്പൊ ആന്റിബോഡിയുടെ ഒരു ഡ്രോബാക്ക് അതാണ്, നമ്മൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് പോളിക്ലോണലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഹൈബ്രിഡോമ ടെക്നോളജി ആൻഡ് മോണോക്ലോണൽ ആന്റിബോഡീസ്. Hope all of you have understood. Thank you.